നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണല്ലേ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് ഐ വരുമ്പോൾ ആമാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് സിംഗിൾ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈസ് ആണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തിനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ പറയാം. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബോ പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. പിന്നീട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമാണ് ആം ഉപയോഗിക്കുക. ആം എന്നുള്ള ഓക്സിലറി വെർബ് ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമേ വരികയുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഉദാഹരണം എന്താണ്? ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഐ എന്ന സബ്ജക്റ്റ് വന്നതോടുകൂടി ആം എന്ന ഓക്സിലറി വന്നു. പ്ലേയിങ് അല്ലെ, പ്ലേയിങ് എന്ന് പറഞ്ഞാൽ പ്ലേയുടെ ING ഫോം ആണ്. പ്ലേയിങ് പ്ലസ് ഒബ്ജക്റ്റ് എന്താണ്? ക്രിക്കറ്റ്. സബ്ജക്റ്റ് പ്ലസ് ആം പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ അല്ലെ. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ. ഉദാഹരണമായിട്ട് എന്താ നമ്മൾ നോക്കിയത്? ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി എന്ന സിംഗുലർ സബ്ജക്റ്റ് വന്നതോടുകൂടി ഈസ് എന്ന ഓക്സിലറി വെർബാണ് വന്നത്. പിന്നീടോ പ്ലേയുടെ ING ഫോം വന്നു. ക്രിക്കറ്റ് എന്ന ഒബ്ജക്റ്റും വന്നു. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നോക്കൂ, ആർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആർ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് ആർ ഉപയോഗിക്കുക. ആർ എവിടെയാണ് ഉപയോഗിക്കുക? പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ്. പ്ലൂറൽ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി എന്നുള്ളതും അതേപോലെ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടെങ്കിൽ, വസ്തുക്കൾ ഉണ്ടെങ്കിൽ, ജന്തുക്കൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ എന്ത് തന്നെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഐനോട് കൂടിയിട്ട് നമ്മൾ ആമ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ട് ആമ മാത്രമാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആം ഉപയോഗിക്കുന്നത് ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം യു, ദേ, വി, അതേപോലെ രണ്ട് വ്യക്തികളുടെ പേരാണെങ്കിൽ ഇപ്പൊ നിബു ആൻഡ് ഫിദു എന്നുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്നിൽ കൂടുതലുള്ളതാണ്. ഇതെല്ലാം പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. നോക്കൂ, ദേ ആർ വാച്ചിങ് എ മൂവി. ദേ ആർ വാച്ചിങ് എ മൂവി എന്ന് പറഞ്ഞാൽ അവര് ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ദേ ആർ വാച്ചിങ് എ മൂവി. എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വന്നിട്ടുള്ളത് നോക്കൂ. ആദ്യം സബ്ജക്റ്റ് ദേ വന്നു. പിന്നീട് ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ദേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവര് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും അല്ലെ. അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുണ്ടാവും. അപ്പോൾ ദേ, അവർ, ആർ എന്ന ഓക്സിലറി വെർബാണ് വന്നത്. ദേ ആർ, അവരാകുന്നു. വാച്ചിങ്, വാച്ചിങ് എന്ന് പറയുമ്പോൾ വാച്ചിന്റെ ING ഫോം അല്ലെ. വാച്ചിങ് വെർബിന്റെ ING ഫോം. എ മൂവി, എ മൂവി എന്താണ് അവർ കണ്ടത്? എന്താണ് അവർ കാണുന്നത്? എ മൂവി, ഒരു മൂവി. അപ്പൊ മൂവിയാണ് ഒബ്ജക്റ്റ്. അപ്പൊ ദേ ആർ വാച്ചിങ് എ മൂവി. അവർ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നോക്കൂ, യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യു എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് വന്നത് കൊണ്ട് ആർ എന്ന ഓക്സിലറി വന്നു. സ്റ്റഡി എന്ന വെർബിനോട് കൂടിയിട്ട് ING ഫോം ആണ് വെർബ് വന്നത്. സ്റ്റഡിയിങ് എന്താണ് ഒബ്ജക്റ്റ്? ഇംഗ്ലീഷ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത് സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ, ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി മാത്രമാണ് ആം എന്ന ഓക്സിലറി വെർബ് വരിക. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് വരും. പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിലോ ആർ വരും. അതുകൊണ്ടാണ് ഇവിടെ യു എന്ന സബ്ജക്റ്റ് വന്നത് കൊണ്ട് ആർ എന്ന ഓക്സിലറി വന്നത് അല്ലേ. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നോക്കൂ, വി ആർ ഡിസ്കസിങ് എ മാറ്റർ. നമ്മളൊരു വിഷയത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഡിസ്കസിങ് എ മാറ്റർ. വി എന്ന പ്ലൂറൽ സബ്ജക്റ്റ് വന്നത് കൊണ്ട് ആർ എന്ന ഓക്സിലറി വന്നു. ഡിസ്കസ് എന്ന വെർബിന്റെ ING ഫോമായ ഡിസ്കസിങ് വന്നു.
എ മാറ്റർ എന്നുള്ള ഒബ്ജക്റ്റും വന്നു. വി ആർ ഡിസ്കസിങ് എ മാറ്റർ. നമ്മളൊരു മാറ്റർ, ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞില്ലേ. എങ്ങനെയാണ് ഈ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലൂറൽ ആണ് അഥവാ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ആർ എന്ന ഓക്സിലറി വെർബാണ് വരിക, പ്ലസ് വെർബിൻ്റെ ING ഫോമും പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരിക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.